സെമിയോട്ടിക്കയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് വിശകലനത്തിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്ന മണ്ഡലങ്ങൾ പാലക്കാട്, മലമ്പുഴ. ആദ്യമായി നമുക്ക് പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് ആരംഭിക്കാം. ഇവിടെ LDF സ്ഥാനാർത്ഥി NMR റസാഖ്, UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി, NDA സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ. 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മണങ്കൂട്ടത്തിൽ 42% വോട്ട് വീതം നേടി വിജയിച്ച മണ്ഡലമാണ് പാലക്കാട്. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഓരോ സ്ഥാനാർത്ഥികളുടെയും ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ എങ്ങനെ പാലക്കാട്ടെ ജനങ്ങൾ ഓരോ സ്ഥാനാർത്ഥിയെയും വിലയിരുത്തുന്നു എന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനത്തിൽ 1ാം സ്ഥാനം NDAക്കാണ്. UDF ഈ ഘടകത്തിൽ 2ാം സ്ഥാനത്തിലാണ്. യുവജനബന്ധന, വോട്ടർമാരിലെ വിശ്വാസ്യത, നേതൃപാഠവും ഈ ഘടകങ്ങളിൽ UDF 1ാം സ്ഥാനത്തും NDA 2ാം സ്ഥാനത്തുമാണ്. സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിൽ UDF 1ാം സ്ഥാനത്തും LDF 2ാം സ്ഥാനത്തുമാണ്. സെമിയോട്ടിക്ക AI കേപ്പബിലിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കായി പ്രിഡിക്റ്റ് ചെയ്യുകയാണ്. നമുക്ക് നോക്കാം ആര് പാലക്കാട് മണ്ഡലം ജയിക്കും എന്നുള്ളത്. സെമിയോട്ടിക്ക AI പ്രവചിക്കുന്നു UDF സ്ഥാനാർത്ഥിക്ക് ഒരു വ്യക്തമായ ഭൂരിപക്ഷം 40.07% വോട്ട് വീതവും, NDA സ്ഥാനാർത്ഥിക്ക് ഏകദേശം 33% വോട്ട് വീതവും, LDF സ്ഥാനാർത്ഥിക്ക് 27% വോട്ട് വീതവുമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. ഇനി നമുക്ക് മലമ്പുഴ നിയമസഭാ മണ്ഡലത്തിലേക്ക് പോകാം. ഇവിടെ LDF സ്ഥാനാർത്ഥി E പ്രഭാകരൻ, UDF സ്ഥാനാർത്ഥി A സുരേഷ്, NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ A പ്രഭാകരൻ LDF സ്ഥാനാർത്ഥി വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി 46% വോട്ട് വീതം നേടി വിജയിച്ച മണ്ഡലമാണ്. സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന 5 ഘടകങ്ങളിൽ മലപ്പുറത്തെ സമുദായം ഓരോ പാർട്ടിയെയും എങ്ങനെ വിശകലനം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനത്തിലും യുവജന പിന്തുണയിലും LDFനാണ് 1ാം സ്ഥാനം, NDA 2ാം സ്ഥാനത്ത്. വോട്ടർമാരിലെ വിശ്വാസ്യതയിൽ LDF 1ാം സ്ഥാനം, UDF 2ാം സ്ഥാനത്ത്. നേതൃപാടവത്തിൽ NDA 1ാം സ്ഥാനം, LDF 2ാം സ്ഥാനം. സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിൽ LDF 1ാം സ്ഥാനത്താണ്, UDF 2ാം സ്ഥാനത്ത്. ഇതാ സെമിയോട്ടിക്ക നമുക്ക് വേണ്ടി അതിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കേപ്പബിലിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് ആരാണ് മലമ്പുഴ ജയിക്കുന്നതെന്ന് പ്രവചിക്കുകയാണ്. മലമ്പുഴയിൽ LDFന് ഒരു വ്യക്തമായ മുന്നേറ്റമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. ഏകദേശം 40% വോട്ട് വീതം നേടുമെന്നും സെമിയോട്ടിക്ക പറയുന്നു. NDA സ്ഥാനാർത്ഥിക്ക് 33% വോട്ട് വീതവും, UDF സ്ഥാനാർത്ഥിക്ക് 27% വോട്ട് വീതവുമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. ഇതുവരെയുള്ള സെമിയോട്ടിക്കയുടെ പ്രവചനങ്ങളെ എല്ലാം കൂടി ചേർത്തിണക്കി നമുക്ക് ഒന്ന് നോക്കാം. കാസർഗോഡ് ഒരു ഏകദേശം എല്ലാ പാർട്ടികൾക്കും തത്തുല്യമായ പോരാട്ടമാണ്. NDAക്ക് അവിടെ ഒരു സീറ്റ് പ്രവചിക്കുന്നു. കണ്ണൂര് ഒരു LDF ആധിപത്യമാണ്. കോഴിക്കോട് എന്നാൽ UDF ആധിപത്യമാണ്. വയനാട്ടിൽ ഏകദേശം തത്തുല്യമായ സ്ഥിതിയാണ്, എന്നാൽ UDFന് നേരെ മുൻതൂക്കം. മലപ്പുറത്ത് വീണ്ടും UDF ആധിപത്യമാണ്. തിരുവനന്തപുരത്ത് LDFന് വ്യക്തമായ മുൻതൂക്കം. മറ്റ് നിയമസഭാ മണ്ഡലങ്ങൾ, പല ഡിസ്ട്രിക്റ്റുകളിൽ നിന്നുള്ള നിയമസഭാ മണ്ഡലങ്ങളാണ് നമ്മൾ അവഗ്രഹിച്ചിരിക്കുന്നത്. അവിടെ UDFന് 6 മുതൽ 7 സീറ്റും, LDFന് 12 മുതൽ 13 സീറ്റും, NDAക്ക് 1 മുതൽ 2 സീറ്റുമാണ്. മൊത്തത്തിൽ UDF 41 മുതൽ 47 സീറ്റും, LDF 31 മുതൽ 39 സീറ്റും, NDA 3 മുതൽ 6 സീറ്റുമാണ് സെമിയോട്ടിക്ക AI പ്രവചിക്കുന്നത്. വീണ്ടും മറ്റൊരു മണ്ഡലവുമായി നിങ്ങളുടെ അടുക്കിലേക്ക് ഞങ്ങൾ ഉടൻ എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.